ദിക്ർ ചൊല്ലിയാൽ ആ ദാക്കിറിനെ സംബന്ധിച്ചുള്ള സർവ്വകാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്ന, നമ്മൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മളോട് ബന്ധപ്പെട്ടതായ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാര മാർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സർവ്വസമയത്തും പ്രത്യേകമാവുന്ന അല്ലാഹുവിന്റെ മലായിക്കത്തിന്റെ പ്രത്യേക ഒരു ഇനായത്ത്, ഒരു പ്രത്യേക ശ്രദ്ധ നമ്മളിലേക്കുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ആ നിലക്ക് ഈ ദിക്റുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്ർ തന്നെയാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, അവരെ പേരും അവരെ പറ്റിയുള്ള മൗലിദുകൾ, അത് ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് നോക്കെ അങ്ങനെ മനസ്സിലാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസ്സാൻ ബിൻ സാബിത്തിനോട് ഒരു അവസരത്തിൽ പറഞ്ഞു, യാ ഹസ്സാൻ ഉഹുജുൽ മുശ്രിക്കീൻ, ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ച് നീ പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്സാൻ ബിൻ സാബിത്ത് എന്നോട് അതിന്റെ ഉടനെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഓ ജിബ്രീലു മഅക്ക്, ഹസ്സാനെ ജിബ്രീലു നിന്റെ കൂടെ ഉണ്ടാവും, ജിബ്രീൽ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് ഒരു പ്രധാനപ്പെട്ട പാട്ടാണ്. അത് പ്രധാനപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നീ പാടുന്നത്. അതുകൊണ്ട് ജിബ്രീലിന്റെ കൂടെ ഈ ദിക്ർ ചൊല്ലുന്ന ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജിബ്രീൽ പാട്ട് പാടുന്ന ആളാ? അല്ലാഹുവിന്റെ മലായിക്കത്ത് അവർ പാട്ടുപാടി നടക്കണവരാ. അപ്പൊ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞു, ജിബ്രീലിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹസ്സാനെ നീ പാടുന്ന ഈ പാട്ട് ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. അത് ദിക്റായതുകൊണ്ട് ജിബ്രീലും നിന്റെ കൂടെ ഈ ദിക്ർ ചൊല്ലുന്ന. അപ്പൊ അത് അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള മദ്ഹാണ് ഹസ്സാൻ ബിൻ സാബിത്ത് പാടുന്നത്. അപ്പൊ റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള മദ്ഹ് അത് ഗദ്യരൂപത്തിലാണെങ്കിലും പദ്യരൂപത്തിലാണെങ്കിലും അത് ദിക്ർ തന്നെയാണ്. അതാണ് നമ്മൾ മാലകളും മൗലൂദുകളും ഒക്കെ ദിക്റാന്ന് പറയുന്നത്. മഹാന്മാരാവുന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരെ സംബന്ധിച്ചുള്ളതായ അവരെ പേരുകൾ ദിക്റാണ്. ഖുതുബിയത്തിലൊക്കെ കണ്ടില്ലേ, യാ ഗൗസ് യാ മുഹിയദ്ദീൻ, യാ വെറുതെ ഇങ്ങനെ വിളിച്ചു പോവുകയല്ല, അതൊരു പ്രധാനപ്പെട്ട ദിക്റാണത്. യാ ഗൗസ് യാ മുഹിയദ്ദീൻ എന്ന് പറയുന്നത് മഹാനാവുന്ന ശൈഖ് തങ്ങൾക്കുള്ള പേര്, അതൊരു ദിക്റാണ്. അവരുടെ ചരിത്രം ദിക്റാണ്, അവരെ സംബന്ധിച്ചുള്ള മാലകൾ ദിക്റാണ്. ബദരീങ്ങളെ എന്നതുപോലെ മഹാന്മാരാവുന്ന ബദരീങ്ങൾ, ആ ബദരീങ്ങൾക്കുള്ളതായ പേരുകൾ അതൊരു പ്രധാനപ്പെട്ട ദിക്റാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ർ തന്നെയാണ്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ബീവിമാരെ വീട്ടിലേക്കും അവരെ കല്യാണത്തിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ കയറി വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ, റുബയ്യ ബിൻത് അഫ്റാ റളിയല്ലാഹു തആല അൻഹന്റെ വീട്ടിലേക്കൊക്കെ കയറി വന്നപ്പോൾ അവിടുന്ന് ആ സമയത്തുണ്ടായ സംഭവം ആ ബീവിമാർ വിവരിക്കുന്നുണ്ട്. ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓദാത്ത ബുനിയവി, ഞാനും എന്റെ ഭർത്താവും വീട് കൂടിയ പിറ്റേന്ന് രാവിലെ ഞങ്ങളെ വീട്ടിലേക്ക് റസൂലുള്ളാഹി കയറി വന്നു. നബി കടന്നു വന്നപ്പോഴോ വഇൻദനാ ജാരിയാത്തുൻ, നമ്മളെ ചുറ്റും കുറെ ചെറുപ്പക്കാരത്തി സ്ത്രീകൾ ഉണ്ടായിരുന്നു. യദ്രിബിന ബിദ്ദുഫി, അവർ ദഫ് കൊണ്ടുണ്ട്. ദഫ് മുട്ട് മാത്രമല്ല, വയൻദുബിന ബിമൻ ഖുതില മിൻ ആബാഇഹിന്ന ബിബദർ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്ന് പറഞ്ഞാൽ അത്ര പറയുന്നത് എന്താ വെച്ചാൽ മുജാഹിദ് ജമാഅത്തിനൊന്നും എതിർക്കാൻ പറ്റൂല ആ ഹദീസിനെ. ആ യദ്രിബിന ബിദ്ദുഫി, അവർ ദഫ് കൊണ്ടുണ്ട്. ബദർ കൊല ചെയ്യപ്പെട്ട അവരെ മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ, അവരെ പിതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ബദരീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിക്കുന്നുണ്ട്. ബദരീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി വന്നപ്പോ എന്തായി? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു എന്ന് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങളെ എതിർത്തില്ല. കാരണം അമ്പിയാക്കന്മാരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും ഒക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും. അത് അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? അള്ളാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയണതായ ആ സ്വഭാവത്തിലല്ല അവരറിയണത്. അവരതറിയും. അവരതാ നബി എന്ന് പറഞ്ഞാൽ തന്നെ അതാ വരാൻ പോണതും കഴിഞ്ഞതുമാവുന്ന സർവ്വസംഗതികളെ മേലും അറിയാനുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു ഖുവ്വത്ത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടാവും. അത് അറിയേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് അറിയാൻ കഴിയും. അതല്ലേ നുബുവത്ത് എന്ന് പറഞ്ഞാൽ. നുബുവത്തിന്റെ മുമ്പായിട്ട് അമ്പിയാക്കന്മാരെ അല്ലാഹു പാകപ്പെടുത്തും. അവരെ സൃഷ്ടിക്കപ്പെടുമ്പോ തന്നെ പ്രത്യേകമാവുന്ന ഒരു ജീൻ അവരിൽ ഉണ്ടാവും. എന്താ ജീൻ?
മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള സർവ്വ തമ്മാടിത്തരങ്ങളും സർവ്വ വൃത്തികേടുകളെ തൊട്ട് പൂർണ്ണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായ ഒരു പ്രകൃതമായിരിക്കും അമ്പിയാക്കന്മാർക്കുള്ള പ്രകൃതം. അതുകൊണ്ടാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത് പൂർണ്ണമായിട്ട് മനുഷ്യൻ എന്നുള്ളതായ ആ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്നിട്ട് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ജീനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ പറ്റി ഫയസീറു മലക്കൻ ബിൽ ഫീൽ, ചിലപ്പോൾ ചില അവസരത്തിൽ അവർ മലക്കാവും, മലക്കിന്റെ സ്വഭാവം മലക്കന്നായി തീരും. അതെന്താ കാരണം? ഇപ്പൊ നബി അങ്ങനെയല്ലേ, നുബുവത്ത് വഹി സ്വീകരിക്കുന്ന ചില സമയത്ത് റസൂൽ മലക്കിന്റെ സ്വഭാവത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. ചിലപ്പോ മലക്ക് മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് ഇങ്ങനെയും മാറുകയാണ്. കണ്ടില്ലേ, ദഹിയത്തുൽ ഖൽബി എന്ന് പറഞ്ഞ സഹാബിന്റെ രൂപത്തിൽ റസൂലുള്ളാഹിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ മലക്കിന്റെ രൂപത്തിലേക്ക് ഇങ്ങോട്ട് വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ മലക്കിന്റെ ആ അവസ്ഥയിലേക്ക് അങ്ങോട്ട് പോകും. ഈ നുബുവത്തിന് വേണ്ടി പാകപ്പെടുത്തുന്നതിന്റെ മുമ്പ് അമ്പിയാക്കന്മാരിൽ നിന്ന് പ്രത്യേകമാവുന്ന ഒറ്റപ്പെടലുണ്ടാവും, ഒറ്റപ്പെട്ട് താമസിക്കാം. ഒറ്റപ്പെടലോടുകൂടെ അവരിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടി പ്രത്യേക ദിക്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പ്രത്യേകമാവുന്ന ഇബാദത്തിന്റെ രൂപങ്ങൾ അറിയിച്ചു കൊടുക്കും മലക്ക് വരുന്നതിന്റെ മുമ്പ്. അങ്ങനെ അത് അറിയിച്ചു കൊടുത്താൽ അതനുസരിച്ച് അവർ ഇബാദത്ത് ചെയ്തുകൊണ്ട് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ കൂടും. അങ്ങനെ കൂടുമ്പോണ്ടായിത്തീരുന്ന അവസ്ഥ എന്താ? ഈ അവസ്ഥ മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാവിനിക്കുണ്ടാവും. ثم إن هذه الخلوة والذكر يتبعها غالبا كشف الحساب الحسيين. മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കുണ്ടായി തീരുന്നതായ ഈ ഒറ്റക്ക് ഉള്ള ഈ ഇരുത്തവും ആ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് റസൂലുള്ളാഹി ഹിറയിൽ പോയിരുന്നവർക്ക് ദിക്റ, അതിനെ തുടർന്നുണ്ടാവുന്നതായ ദിക്റും ഇതൊക്കെ. അപ്പൊ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിക്റ് ഒറ്റപ്പെട്ടിരുന്ന് ദിക്റ് ഇല്ല, ഇബാദത്തിലായിട്ട് മുഴുകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിനെ എത്രമാത്രം വിശുദ്ധമാക്കുന്നുണ്ടോ ആ വിശുദ്ധി അനുസരിച്ച് അല്ലാഹു ഭൗതികമാവുന്ന ആ മരണം നീക്കി കളയുന്ന. ഉദാഹരണമായിട്ട് ഇവിടെ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവുമ്പോൾ ഇതിന്റെ അപ്പുറത്തുള്ളത് നോക്കി കാണാൻ കഴിയൂല. അതൊരു ഹിസ്സിയാവുന്ന ഹിജാബാണ്, അതൊരു മറയണത്. അതിന്റെ അപ്പുറമുള്ളത് കാണാൻ കഴിയൂല. നേരെ മറിച്ച് ദിക്റ് ചൊല്ലി ഹൃദയത്തിനെ വിശുദ്ധമാക്കിയാൽ അതിൽ നിന്നുള്ള പ്രത്യേകമാവുന്ന ഒരു കണക്ഷൻ കണ്ണുക്ക് വരും, കാതുക്ക് വരും, മൂക്കൊക്കെ വരും. അപ്പൊ ഈ മൂക്കുകൊണ്ട് സാധാരണ നമുക്ക് വാസനിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് എത്രയോ ദൂരമുള്ളത് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വാസനയും ഈ മൂക്കുകൊണ്ട് പിടിക്കാൻ കഴിയും എന്നുള്ള അർത്ഥം. ഈ കണ്ണുകൊണ്ട് സാധാരണ നോക്കി കാണാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ളത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളതാണെങ്കിലും ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഈ ചെവി കൊണ്ട് സാധാരണ കേൾക്കണതിന്റെ അപ്പുറത്തുള്ളത് ഈ ചെവിക്ക് ഇന്നൽക്കുള്ളതായ ഒരു ഈമാനിയാവുന്ന ഒരു കണക്ഷൻ, ഒരു പ്രത്യേകമാവുന്ന അതിൻ്റെതായ ഒരു മാധ്യമം, കാണാൻ മറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കേൾക്കാൻ, അതിനെ ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു ഏതുവരെ കാണുന്നറിയോ? മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കാണും. റസൂൽ പറഞ്ഞില്ലേ, ഇന്നീ ഉരീത്തുൽ ജന്നത വന്നാർ, സ്വർഗ്ഗവും നരകവും കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലടോ. കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോ കൊടുന്ന് കാണിച്ചു എന്നല്ല. യഥാ ഹഖീഖി അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാനി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, രണ്ടും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അത് എവിടെയുള്ളത് ആ ഉള്ളത് പോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടു. അതിന്റെ അപ്പുറമുള്ള സംഭവങ്ങൾ വരാൻ പോണ സർവ്വവും കാണാൻ കഴിയും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സർവ്വ ലോകങ്ങളിലുള്ളതായ സർവ്വ സംഗതികളെ മേലും അവനിക്ക് ഇത്തിലായി ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് നോക്കിക്കാണാൻ അവനിക്ക് കഴിയും. അവിടെയുള്ള സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാന്നല്ല, മനസ്സിലാക്കേണ്ട ഘട്ടം വരികയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ എപ്പോഴും അവർക്ക് നോക്കിയിരിക്കാന്നല്ല. ഈ ലോകത്ത് കിടക്കുന്ന സർവ്വ സംഭവങ്ങളും ഇങ്ങനെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നോക്കിയെടുക്കാന്നല്ല. ഇത് രഹസ്യമായി ചെയ്യണ പലതുകൊണ്ട് അതൊക്കെ നോക്കിയെടുക്കാന്നല്ല. ഇത് നോക്കണം എന്ന് വിചാരിച്ചാൽ നോക്കാൻ കഴിയും. അപ്പൊ പല സംശയം ഉണ്ടാവും, ആയിഷ ബീവിന്റെ മാല പോയില്ല, എന്നാൽ അത് വീരുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തുകൂടെയെന്നൊക്കെ. അതിന്റെയൊക്കെ മറുപടിയിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കണില്ല. റസൂലുള്ളാഹിക്ക് വൈബ് അറിയുന്നുള്ളതിന്റെ അടയാളാണ് ആ മാല അവിടുന്ന് പോയതും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തന്നെ സഹാബത്തിനെ അവിടെ തങ്ങിപ്പിച്ചതൊക്കെ. കാരണം അവിടെ വഹയ്യ് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ വഹയ്യ് അവിടുന്ന് തന്നെ ഇറങ്ങണം. കാരണം വെള്ളം ഇല്ലാതായിട്ട് ജനങ്ങൾ അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോ അവർക്ക് ജനങ്ങൾക്ക് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് തയമ്മ ചെയ്യേണ്ടത്. ആ തയമ്മത്തിന്റെ ആയത്ത് ഇറങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത സ്ഥലമാണത്. അതുകൊണ്ട് റസൂൽ എന്താക്കി? മാല പോയ സ്ഥലം പറഞ്ഞു കൊടുത്തില്ല. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാല എവിടെ പോയി എന്നുള്ളത് അറിയും. അപ്പൊ മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാ ഔലിയാ അവര് ദിക്ർ കൊണ്ട് ഉണ്ടാക്കി തീർക്കണ ഒരു ഗുണാണത്. ദിക്ർ ചൊല്ലി ഹൃദയത്തിനെ വിശുദ്ധമാക്കി തീർത്താൽ യത്ബഉഹാ ഗാലിബൻ, അധികവും അതിനോട് താബിയായി കൊണ്ട് അതിനോട് തുറന്നു വരും. കശ്ഫുൽ ഹിസാബിൽ ഹിസ്സി, ഈ ഹിസ്സിയാവുന്ന ഭൗതികമാവുന്ന ഈ സർവ പ്രതിബന്ധങ്ങളും അവിടെ നീക്കപ്പെടും. പിന്നെ ഈ മതിലവിടെ മറയാവൂല. ഈ ചെവി കൊണ്ട് സാധാരണ കേൾക്കുന്ന ഒരു അതിർത്തി ഉണ്ടാവും. ആ അതിർത്തിയോടെ അതിർത്തിയല്ല, അതിന്റെ അപ്പുറം ലോകം എവിടെല്ലാം ഉണ്ടോ ആ ലോകത്തിന്റെ ഏതൊരറ്റത്ത് എന്തും നടക്കുന്നുണ്ടോ അത് കേൾക്കാൻ ഈ ചെവിടുകൊണ്ട് കഴിയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാതല്ല, അത് കേൾക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അത് കേൾക്കാൻ കഴിയും. അന്നൽക്കുള്ളതായ ഒരു പ്രത്യേകമാവുന്ന അതിന്റെ ഒരു ഖുവ, അതിന്റെ ശക്തി, അതിന്റെ മാധ്യമം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. അതൊരു പല മാധ്യമങ്ങൾ കൂടിയാണ് അവർ മനസ്സിലാക്കല്. അത് കുറെ ഉണ്ട്, കുറെ മാധ്യമങ്ങളുണ്ട് അല്ലാഹുവിന്റെ അമ്പിയാ ഔലിയാ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലുള്ള ഈ ഭൗതികമായ മാധ്യമങ്ങളല്ല എന്ന് മാത്രം, ഇലാഹിയായ മാധ്യമങ്ങളാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോ മറഞ്ഞ കാര്യങ്ങൾ വരാൻ പോണ നബിത വന്നിരിക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂൽ ആ ബീവിമാരോട് എന്താ പറഞ്ഞത്? ബീവിമാരെ നിങ്ങൾ എന്താക്കണ്ട, ലാ തഖൂലീന ഹകദാ, നിങ്ങൾ ഇന്ന മദനി ചെയ്യേണ്ടത് ഈ രൂപത്തിലല്ല. എന്താ ഈ രൂപത്തിലല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ചില ആളുകളെ പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സാസാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നെ കൂട്ടി പറയാന്ന് പറഞ്ഞത് എന്നെ തരം താഴ്ത്തലാണ്. നബിയിൽ അങ്ങനെയല്ല മധുര പറയേണ്ടത്. നബി മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞതിനല്ല റസൂൽ നിരോധിച്ചത്. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നുള്ളതിനല്ല. അത് ആ പെണ്ണുങ്ങൾ അതാണ് നബി നിരോധിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല റസൂൽ നിരോധിക്കേണ്ടത്. ശക്തമായ ഭാഷയിൽ പറയും, പെണ്ണുങ്ങളെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? മറഞ്ഞ കാര്യം എന്നുള്ളത് അല്ലാഹുവിക്ക് മാത്രമല്ല അറിയുള്ളൂ, ഞാൻ അറിയുന്നെങ്ങനെ നിങ്ങൾ പറയാമെന്നാണ് അവരോട് ചോദിക്കേണ്ടത്. അതല്ല റസൂൽ പറഞ്ഞത്. ഈ സ്വഭാവത്തിലല്ല നമ്മളുണ്ടല്ലോ ഒരാളെ ഒരു പ്രധാനപ്പെട്ട സംഗതിക്ക് കൊണ്ടുകാണ്. എന്നാ ബൈക്കിലും ഇവൻ ഇവിടെ കയറി അവിടെ കയറി അവിടെ കയറി എന്ന് അറിഞ്ഞുകൊണ്ടുണ്ടല്ലോ, അത് അയാൾ നമ്മൾ ചെറുതാക്കേട് ചെയ്യണത് എന്നുള്ള അർത്ഥം. എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ റസൂലുള്ളാഹിനെ എന്താക്കാണ്, ഇവിടേക്ക് ഈ സാഹസിക്ക് റസൂല വരികയാണ്. ഈ സാഹസ് ഇതിനെ സംഘടിപ്പിച്ചതാ സർവ്വ പദ്ധതികളെ പറ്റി പറയാനല്ലായിരുന്നു അവരാ സംഘടിപ്പിച്ചത്. ആ ബീവിമാര് അവരെ എന്തുപോലെ വിമൻ കുത്തില മീൻ ആബായി ഹിന്ന ബിവദുർന, ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരെ വാപ്പന്മാരെ മാത്രം. അപ്പൊ അവരെ വാപ്പന്മാരെ മാത്രം പറയാൻ സംഘടിപ്പിച്ച സാഹസില് റസൂല വന്നപ്പോ റസൂലിനെ പുകഴ്ത്തി എന്ന് തന്നെ നമ്മൾ ബദർ മൗലിദ് ഓതാൻ വേണ്ടി വല്ലാങ്ങാനെ വിളിച്ചു നോക്കുക. അപ്പൊ പറയും ഒരു മങ്കൂസൂടി ഓതിക്കളിന്ന്. അത് പാടില്ല എന്നാ പറയേണ്ടത്. മങ്കൂസൂടി ഓതാന്ന് കരുതി വിളിച്ചണം. രണ്ടുകൂടി ഒപ്പം ഓദിച്ചാൻ പാടില്ല എന്നല്ല. മല്ലാങ്ങാനെ രണ്ടുകൂടി വിളിച്ചു, ഒന്നിന്റെ പൈസ കൊടുത്താൽ മതി, അതിനും കുഴപ്പമില്ല. ഈ മൂല്യമാർക്ക് ദേഷ്യം പിടിച്ചു എന്നുള്ളൂ എന്നോട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കരുതണം, മങ്കൂസ് ഓതുക ബദർ ഓതുക. ഇന്നലെ മറിച്ച് ബദർ ഓതാൻ വേണ്ടി വിളിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് മങ്കൂസ് ഒന്ന് ഓദിപ്പിച്ചാൽ എന്താ, ഇത് രണ്ടുകൂടി ഇതിലാണ് കഴിയുമല്ലോ എന്ന്. അത് അപ്പ പിടിച്ച് കരുതരുത്, ആദ്യം തന്നെ കരുതണം. അതാ റസൂല പറഞ്ഞത്. ഇങ്ങനെയല്ല എന്നെ പറയല് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബദരീങ്ങളെ പേര് ഈ ബീവിമാരവിടെ ചൊല്ലി പറഞ്ഞ് പേര് പറയാതെ മാത്രമല്ല വളരെ വിഷമത്തോടു കൂടി ബദരീങ്ങളെ എന്നുള്ള ഓരോ ഉപ്പമാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ പിതാക്കളെ വിളിച്ചിങ്ങനെ പാടുകയാണ്. റസൂലുള്ളാഹി ഇത് അംഗീകരിച്ചു. എന്തുകൊണ്ടിട്ട്? അതൊരു വിശുദ്ധമായ ദിക്റായത് കൊണ്ടിട്ട്. അങ്ങനത്തെ ദിക്റുകളിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് നിങ്ങൾ ചൊല്ലിയത്. ആ ദിക്റ് ചൊല്ലിയാൽ അല്ലാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഘടകമാണ് ദിക്റ്. ബൽ ഹുവൽ ഉംദാ, അത് അതിപ്രധാനമായ ഘടകമാണ്. വലാ യസ്ലു അഹദുൻ ഇലല്ലാഹി ഇല്ലാ ബിദവാമി ദിക്ർ. ദിക്റ് ചൊല്ലിയാൽ പോലെ ദിക്റ് ദായിമായി ചെല്ലണം, എന്നാലേ അല്ലാഹുവിലേക്ക് ചെന്നെത്തുള്ളൂ. എന്താ അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ ഉണ്ടാവുക. ഈ മറയൊന്നും മറയല്ല, അതിന്റെ അപ്പുറത്തുള്ളത് കാണാനും കേൾക്കാനും കഴിയ. ലൈസൽ മുറാദു ബിൽ വസൂലി ഇലല്ലാഹി ഇത്തിസാല ദാത്തി ബിദ്ദാത്ത്. അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദാത്തും നിന്റെ ശരീരവും തമ്മിൽ ഒട്ടി നിൽക്കുക എന്നല്ല. ഇത് മരിച്ചു പോകുക എന്നല്ല, മറ്റാ ദിക്റില്ലെങ്കിലും മരിച്ചു പോകും. പിന്നെ അല്ലാഹുവിലേക്ക് ചെന്നെത്താന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുശാഹദത്തു അസ്റാരി റുബൂബിയ്യ വ ഫൈളാദിൽ മആരിഫിൽ ഇലാഹിയ്യ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നതിന്റെ മേൽ അറിയിക്കണ
പല ദൃഷ്ടാന്തങ്ങൾ ലോകത്തൊന്നായിട്ട് നടന്ന് അള്ളാഹു വിന്യസിച്ചിരിക്കുകയാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നിനക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയാം. അതുപോലെ തന്നെ ഫൈദാനുൽ മആരിഫിൽ ഇലാഹിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമുള്ള സമയത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അള്ളാഹു ചൊരിഞ്ഞു തരാം. ഒരു മസല ഒരാൾ വന്നിട്ട് അതിന്റെ മസല, അതിന്റെ മറുപടി ഇങ്ങനെ എന്താണ്. അങ്ങനെയാണ് പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ അങ്ങനെയല്ലേ, അവർ തെക്കുവുള്ള ആലിമീങ്ങളായിരുന്നു. ഒത്തക്കുള്ളാഹു അല്ലിമുക്കുള്ളാഹ്, തെക്കുവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠിക്കണം. എന്നാൽ ഇൽമ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭാഷ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മഹാന്മാർ നോക്കൂ, ഒരു ഭാഷ പഠിച്ചിട്ടാണോ? റസൂല ഭാഷ പഠിച്ചിട്ട്, റസൂല ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു മദ്രസ പോയിട്ട് പഠിച്ചതല്ലതൊന്നും. നബി ആവലോട് കൂടെ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിയുക. അതല്ലേ സഹാബത്ത് പറഞ്ഞത്? ഈ പദം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനർബി പദങ്ങളാണ്. ഇതൊക്കെ റസൂലുള്ളാഹിയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ അവരൊരു അധ്യായം, ഒരു തർജമ കൊണ്ടുവരണേ, അതിന്റെ തലക്കെട്ട് കൊണ്ടുവരണേ എന്താ? ബാബു മൻ തകല്ലമ ബിൽ ഫാരിസിയ്യാന്ന, ഫാരിസി സംസാരിച്ച നബിന്ന്. അതിങ്ങനെ പ്രത്യേക ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയും എന്നതിലേക്കുള്ള ഇശാറത്താണത്. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിയാൽ ഉണ്ടായി തീരുന്ന ഗുണാണത്. അതിപ്പോ ഇവിടെ നമ്മളിങ്ങനെ ഇരുന്ന് എപ്പോഴെങ്കിലും ഒരു ദിക്ർ ചൊല്ലി പോയിട്ട് കാര്യമില്ല. ദിക്ർ ചൊല്ലി ഹൃദയത്തിന്റെ മഹാന്മാരാവുന്ന മുറബ്ബിയാവുന്ന മശായിഖന്മാർ അവർ ഹൃദയത്തിനെ ക്ലിയർ ചെയ്ത് തരുന്നത് പോലെ നമ്മൾ ഹൃദയം എന്താക്കണം? ക്ലിയർ ചെയ്ത് അള്ളാഹുവിന്റെ അൻവാർ റബ്ബിന്റെ പ്രഭകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റിയ നിലക്ക് നിന്റെ ഹൃദയത്തിനെ നീ സജ്ജമാക്കാൻ ശ്രമിക്കണം. ആ നിലക്ക് സജ്ജമാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ളതായ ഏത് ആലം, അല്ലാഹുവിന്റെ സർവ്വ ആലമുകൾ അവിടെ നീ മനസ്സിലാക്കി നോക്കണം എന്ന് ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഉള്ളത് കാണണം എന്ന് ഉദ്ദേശിച്ചാൽ നിനക്കത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമാവുന്ന ഈ മറയൊക്കെ അവിടുന്ന് ഇതാക്കി തരും, നീക്കിക്കളയും. എനിക്ക് കിലോമീറ്ററുകൾ, ആയിരം കിലോമീറ്ററുകൾ നിമിഷങ്ങളെ കൊണ്ട് നടന്ന് അവിടെ എത്താൻ കഴിയും, നിമിഷം കൊണ്ടിട്ട്. എത്രയോ ഖുർആൻ മുഴുവൻ മഹദീശകളെ പറ്റി പറഞ്ഞില്ലേ? ഒരു കാലുമ നിന്ന് ഖുർആൻ ഓതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കാലുമ നിൽക്കുക എന്നുള്ളതല്ല. ആർക്കും നിൽക്കടോ ഒരു കാലുമലി, അത് അതിന്റെ ഒരു അഭ്യാസം ഉണ്ടാക്കിയാൽ ആർക്കും നിൽക്കാം. മനസ്സിലായില്ലേ? സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ സൈക്കിൾ ഓടിന്നൊക്കെ കേൾക്കണമെങ്കിൽ അതൊക്കെ ഒരു പരിശ്രമം. മഹദീശകൾ ഞങ്ങൾ പറഞ്ഞത് കാലുമ നിന്ന് ഖത്തം തീർത്തവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിമിഷങ്ങളെ കൊണ്ടൊരു ഖത്തം തീർക്കാൻ കഴിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹർഫുകൾ അവർക്ക് ത്വയ്യ് ചെയ്തു കൊടുക്കുക, ഹർഫുകളെ ചുറ്റി കൊടുക്കുക. ഈ നിലക്കുള്ളതായ സംഗതികളാണ് ദിക്ർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ദിക്റുകളിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ് നിങ്ങളിവിടെ ചൊല്ലിയതായ ദിക്ർ. അന്നിൽക്കുള്ളതായ ദിക്റിന് വേണ്ടിയുള്ള ഇങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിന്റെ പിന്നിൽ എല്ലാവരും അടിയുറച്ചിരിക്കുക, ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അത് വിശുദ്ധമാവുന്നതായ ദീനിന്റെ പ്രസ്ഥാനമാണ്. മഹാന്മാരാകുന്നതായ അയിമ്മത്ത് മശായിഖ് ഇവിടെ രേഖപ്പെടുത്തിയ രേഖകൾ, അതിന്റെ സംരക്ഷണമാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് വിശുദ്ധമായ ദീൻ. അന്നൽക്ക് സമസ്തരെ ശക്തിപ്പെടുത്താനും വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ തരീഖിൽ കൂടി സഞ്ചരിക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ ഒരു കുറഞ്ഞ ഒരു ദുആയും ദുആന്ന് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഉസ്താദന്മാരുണ്ട്, മജീസിനൂർ കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. അല്ലാഹു ദുആനൊക്കെ കബൂൽ ചെയ്യട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളോട് ഒന്നാമത്തെ കാര്യം എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു തൗഹീദിന് വിപരീതമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിക്കലാണ് തൗഹീദ്. ഒരാൾ അല്ലാഹുവിന്റെ ഏകത്വത്തിന് വിരുദ്ധമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ, പ്രവർത്തിച്ചാൽ അത് ശിർക്കാണ്. എളുപ്പമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ മാത്രമാണ് റബ്ബെന്ന് വിശ്വസിക്കുക, അതാണ് തൗഹീദ്. ഇതിന് വിപരീതമായി ഒരാൾ അല്ലാഹുവിന്റെ ഏകത്വത്തിൽ കുറവ് വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചാൽ അത് ശിർക്കാണ്. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട്, ശിർക്കാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് പോലെ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ചിലരുണ്ട്. ഉദാഹരണത്തിന് സൂഫികൾ, തരീഖത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അവർ പറയും അല്ലാഹുവിന്റെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്, അബ്ദാലുകളുണ്ട്, അഖ്താബുകളുണ്ട്, അതുപോലെ തന്നെ അൽ ഗൗസുൽ അഅ്ദം,
വലിയ ഗൗസായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിൻ്റെയും നേതാവായ ഒരാളുണ്ട്. അബ്ദാലുകൾ, അഖ്താബുകൾ, ഇങ്ങനെ ഓരോരുത്തർക്കും ഭൂമിയിലെ ഓരോ സ്ഥലങ്ങൾ പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അവർ ആ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. തരീഖത്തുകാർ വിശ്വസിക്കുന്നതാണ്. അതുപോലെ അവരുടെ സ്വാധീനം ബാധിച്ച ആളുകളും ഇത് പറയാറുണ്ട്. നിങ്ങൾ അതുകൊണ്ടാണ് മാല മൗലീദുകൾ പാടുന്ന സന്ദർഭത്തിൽ കേൾക്കുന്നത് യാ ഗൗസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. പല ആളുകൾ യാ ഗൗസ് എന്ന് പറഞ്ഞാൽ എല്ലയോ സഹായമായവനെ, എല്ലാ നിലക്കുമുള്ള സഹായം അബ്ദുൽ ഖാദർ അൽ ജീലാനി അദ്ദേഹത്തിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യനായി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ ഒരാൾ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയത് അത് ശിർക്കാണ്. കാരണം എന്തുകൊണ്ടാണ് അത് ശിർക്കാവുന്നത്? ആ ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം നൽകപ്പെടേണ്ടതാണ്. ആ ഇബാദത്തിലൂടെ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സുജൂദ് എന്നത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യമാണ്. അത് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നൽകിയാൽ, ജാറത്തിന് നൽകിയാൽ, മഖ്ബറക്ക് നൽകിയാൽ, വിഗ്രഹത്തിന് നൽകിയാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുൻപിൽ സുജൂദ് ചെയ്താൽ ശിർക്കുൻ അക്ബറാണ്. ചില ആളുകൾ പലപ്പോഴും ആദം നബി സുജൂദ് ചെയ്ത കാര്യമാണ് പറയാം. പല പണ്ഡിതന്മാർ പറഞ്ഞു അത് ആദരവിന്റെ അർത്ഥത്തിലുള്ളതാണ്, ഈ പറഞ്ഞ ആരാധനയുടെ അർത്ഥത്തിലുള്ളതല്ല, അള്ളാഹു കൽപ്പിച്ചതാണ്. അത് മുൻകാല ശരീഅത്തിലുള്ള നിയമമാണ്, ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. ഈ ശരീഅത്തിൽ നമ്മുടെ ദീനിൽ സുജൂദ് എന്നാൽ ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം നൽകാൻ പാടും. ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ സുജൂദിൽ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതിന് പകരം അവൻ അള്ളാഹുവിന് പങ്കാളിയെ വെച്ചിരിക്കുന്നു. അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടതുപോലെ മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു. അത് ശിർക്കാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നത് പോലെ എല്ലാ ശബ്ദവും എല്ലാ സന്ദർഭത്തിലും എവിടെ വെച്ച് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കുന്ന ഒരാളുണ്ട്, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളുണ്ട് എന്നൊരാൾ വിശ്വസിച്ചത് ശിർക്കാൻ ചങ്ങ് പുറത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു തുല്യനെ വെക്കുക എന്നതാണ്, ഒരു സമനെ വെക്കുക എന്നതാണ്, ഒരു പങ്കാളിയെ വെക്കുക എന്നതാണ്, ഒരു പങ്കുകാരനെ വെക്കുക എന്നതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായത്? ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ മുശ്രിക്കീങ്ങൾ അവർ വിലപിക്കുന്ന വിലാപം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറഞ്ഞു ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ. മുശ്രിക്കീങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അവർ തർക്കിക്കുന്നതാണ്. അവർ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹു തന്നെ സത്യം, ഞങ്ങൾ തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവിന് തുല്യമാക്കിയ സന്ദർഭത്തിൽ നരകത്തിൽ പ്രവേശിച്ച അവരുടെ നേതാക്കന്മാർ, അവർ ആരാധിച്ചിരുന്ന ഔലിയാക്കന്മാർ എന്ന് അവർ വിശേഷിപ്പിച്ചവർ, അതല്ലെങ്കിൽ അവർ ആരാധിച്ച സാഹിറന്മാർ, മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാർ, ആൾ ദൈവങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളോട് അവർ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വടികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, എന്താണ് ഞങ്ങൾ ചെയ്തത്? ഇദ് നുസവ്വീകും, ഞങ്ങൾ നിങ്ങളെ തുല്യമാക്കി, ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ തുല്യതപ്പെടുത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, പുണ്യപുരുഷന്മാരെ ആരാധിക്കുന്നവർ, അവരിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ പറയുന്ന ആൾ ദൈവങ്ങൾ ഏകനായ സ്രഷ്ടാവിനെ പോലെയാണ് മുഴുവൻ കാര്യങ്ങളിലും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിനുള്ള കഴിവുകളിൽ ചിലത് ഈ പറയുന്ന ആൾ ദൈവങ്ങൾക്കുണ്ട് എന്ന് മാത്രമാണ്. ഞാൻ എന്തിനത് പറഞ്ഞത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ പോലെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായും മറ്റൊരു സ്രഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ആരെ വിളിച്ചാലും കുഴപ്പമില്ല, ആരോട് സഹായം ചോദിച്ചാലും കുഴപ്പമില്ല എന്ന് അവർ പറയും. അള്ളാഹു പറയുന്നു മുശ്രിക്കീങ്ങൾ നരകത്തിലെത്തിയാൽ അവർ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് നിങ്ങളെ തുല്യപ്പെടുത്തി. ഗൗരവത്തിൽ ചിന്തിക്കുക, ശിർക്ക് ചെയ്ത ഏതെങ്കിലും മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ വിശ്വസിച്ചിരുന്നോ ലാത്ത അള്ളാഹുവിനെ പോലെ എല്ലാ കഴിവുമുള്ളയാളാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വസിച്ചിട്ടില്ല. മനാത്ത് അങ്ങനെ എല്ലാ കഴിവും അള്ളാഹുവിനെ പോലെ ഉള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വസിച്ചിട്ടില്ല.
അവർ ഹജ്ജിന് വരുമ്പോൾ അവരുടെ തൽബിയത്ത് നമ്മൾ മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു വ മലക്. അല്ലാഹുവേ, നിനക്കൊരു പങ്കാളിയില്ല, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളിയുടെ അവസ്ഥ എന്താ? ഹുവ ലക, ആ പങ്കാളി നിന്റേതാണ്. തംലികു വ മലക്, ആ പങ്കാളിയെയും അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അവർ ചെയ്ത് ശിർക്ക് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾ വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാൻ ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ നന്നായി പഠിക്കണം. പ്രത്യേകിച്ച് തൗഹീദുള്ളവർ ശിർക്ക് എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യം വിശദീകരിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ പഠിക്കണം, ആയത്തുകൾ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, എന്നിട്ട് ശിർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ.